അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹു ലതീഫും ബിഇബാദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ദയാവായ്പുള്ളവനും കനിവുള്ളവനും അവരുടെ കാര്യം കൃത്യമായി സൂക്ഷ്മമായി അറിയുന്നവനുമാകുന്നു. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അവൻ ഉപജീവനത്തിൽ വിശാലത നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ശക്തിമാനും പ്രതാപിയുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ദയാവായ്പുള്ളവനാണ്. ഓരോ ആളുകളെ കുറിച്ചും റബ്ബിനറിയാം. അതനുസരിച്ചാണ് അല്ലാഹു അവർക്ക് നൽകുന്നത്. യർസുഖു മൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു. വഹുവൽ ഖവിയ്യു, അവൻ ശക്തനാണ്. ചിലർക്ക് ലഭിക്കാതെ പോകുന്നത് അല്ലാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം. ചിലർ മിസ്കീനുകളായി തീരുന്നത് അല്ലാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം. ചില ആളുകൾ ഫക്കീറുകളായി തീരുന്നത് അല്ലാഹു ദുർബലനായതുകൊണ്ടല്ല എന്നർത്ഥം. മറിച്ച് അല്ലാഹു ഖവിയാണ്, അവന്റെ മശിയത്ത് പ്രകാരമാണ് അവൻ സൃഷ്ടികൾക്ക് നൽകുന്നത്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അസീസാകുന്നു, പ്രതാപിയാകുന്നു. അല്ലാഹു പിശുക്കനല്ല. ചിലർക്ക് നൽകാത്തത് അല്ലാഹുവിന്റെ പിശുക്കുകൊണ്ടല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അവർ പറഞ്ഞു, അഅലം അന്ന മൻ അല്ലാഹി ഇയ്യാക അതാഉൻ മിൻഹു ലക ഫഇന്നഹു ലം യംനഅക ബുഖല വലാകിൻ മനഅക ലുത്ഫാ. വലിയൊരു പോയിന്റാണ് ജീവിതത്തിലെ. പണ്ഡിതന്മാർ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വല്ലതും തടഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിൽ നിന്നുള്ള അതാ ആണ്, അല്ലാഹുവിൽ നിന്നുള്ള ദാനമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തടയപ്പെടുന്നില്ല. ആ തടയപ്പെടുന്നതിലും മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഫഇന്നഹു ലം യംനഅക ബുഖല, പിശുക്കുകൊണ്ടല്ല അല്ലാഹു തരാതിരുന്നത്. അല്ലാഹു ഫഖീറല്ല. അത് യഹൂദരുടെ വാദമാണ്. പിശുക്കുകൊണ്ടല്ല അല്ലാഹു നിങ്ങൾക്ക് നൽകാതിരുന്നത്, ദുർബലത കൊണ്ടുമല്ല. ഫഇന്നഹു മനഅക ലുത്ഫാ, നിങ്ങളോടുള്ള കാരുണ്യം കൊണ്ടാണ് ചിലത് നിങ്ങൾക്ക് നൽകാതിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിലെ രോഗിക്ക് ചില ഭക്ഷണം തടയുന്നത്, ആ ഭക്ഷണം അയാൾക്ക് നൽകുന്നത് അങ്ങനെ നൽകിയാൽ നിങ്ങൾ പാവപ്പെട്ടവരായി പോകുമെന്ന് കരുതിയിട്ടാണോ? പിശുക്കുകൊണ്ടാണോ? നിങ്ങളോട് കാരുണ്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. ചില ഭക്ഷണം രോഗികൾക്ക് തടയുന്നത് അവരോടുള്ള കാരുണ്യമാണ്, അവരോടുള്ള റഹ്മത്താണ്. കാരണം ചില ഭക്ഷണം ചില സമയങ്ങളിൽ ചിലർക്ക് അനുയോജ്യമല്ല. എന്നതുപോലെ അള്ളാഹുവിന്റെ ചില അനുഗ്രഹങ്ങൾ റഹ്മാനായ റബ്ബ് തടയുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഇന്നാലിന്ന അടിമക്ക് ഇന്നാലിന്ന സമയത്ത് അനുയോജ്യമല്ല എന്ന് റബ്ബിനറിയാം. കാരണം അള്ളാഹു ലത്തീഫാണ്, നിഗൂഢമായ രഹസ്യങ്ങൾ ഉള്ളവനാണ്, രഹസ്യങ്ങൾ അറിയുന്നവനാണ്. അതോടൊപ്പം സൃഷ്ടികളോട് ദയാവായ്പുള്ളവനാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിന്റെ, ആ ഇസ്മിന്റെ, അള്ളാഹുവിന്റെ നാമത്തിന്റെ അർത്ഥവും പൊരുളും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക.